നമസ്കാരം. ക്വാണ്ടം പൂച്ച എന്നത് ശാസ്ത്രലോകത്ത് നേരിട്ട് ഒരു ജീവിയല്ല, മറിച്ച് ക്വാണ്ടം ഫിസിക്സിലെ അത്യന്തം വിചിത്രമായ സിദ്ധാന്തം മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചിന്താപരമായ പരീക്ഷണം, തോട്ട് എക്സ്പെരിമെൻ്റ് ആണ്. ഈ ആശയം മുന്നോട്ട് വെച്ചത് 1935 ഓസ്ട്രിയൻ ഭൗതിക ശാസ്ത്രജ്ഞനായ എർവിൻ ഷ്രോഡിംഗർ ആണ്. അദ്ദേഹം സൂപ്പർ പൊസിഷൻ എന്ന ക്വാണ്ടം തത്വം വിശദീകരിക്കാൻ ഈ ഉദാഹരണം ഉപയോഗിച്ചു. പരീക്ഷണം ഇങ്ങനെ: ഒരു പെട്ടിയിലായി പൂച്ചയെ അടയ്ക്കുന്നു. അതിനൊപ്പം ഒരു റേഡിയോ ക്രിയാകൃതമായ അണു, റേഡിയേറ്റീവ് ആറ്റം, ഗൈഗർ കൗണ്ടർ, വിഷമുള്ള ഗ്യാസുള്ള ഗ്ലാസ് ബോട്ടിൽ എന്നിവയും വെക്കുന്നു. അണു പൊട്ടുകയാണെങ്കിൽ ഗൈഗർ കൗണ്ടർ അത് തിരിച്ചറിയും. ബോട്ടിൽ പൊട്ടിച്ച് വിഷം പുറത്തു വരും, പൂച്ച മരിക്കും. അണു പൊട്ടിച്ചെങ്കിൽ പൂച്ച ജീവിച്ചിരിക്കും. പക്ഷേ ക്വാണ്ടം സിദ്ധാന്ത പ്രകാരം അണു ഒരേ സമയം പൊട്ടിയതും പൊട്ടാത്തതുമായ രണ്ട് നിലകളിലുമാണ് നിലനിൽക്കുന്നത്. അതായത് സൂപ്പർ പൊസിഷൻ. അതിനാൽ പെട്ടി തുറക്കുന്നതിന് മുമ്പ് പൂച്ച ജീവിച്ചും മരിച്ചും ഇരിക്കുന്നു എന്ന് പറയാം. പെട്ടി തുറക്കുന്ന നിമിഷം മാത്രമേ പൂച്ചയുടെ യഥാർത്ഥ നില നിശ്ചയമാകൂ. ഈ ആശയത്തിലൂടെ ഷ്രോഡിംഗർ പറയുന്നത് അത്യന്തം ആഴത്തിലുള്ളതാണ്. ക്വാണ്ടം ലോകത്ത് യാഥാർത്ഥ്യം എന്നത് നിരീക്ഷകൻ നോക്കുന്ന നിമിഷം മാത്രമാണ് നിശ്ചിതമാകുന്നത്. അതായത് നിരീക്ഷണത്തിന് മുമ്പ് എല്ലാം ഒരേ സമയം പല നിലകളിലുണ്ട്. എന്നാൽ നോക്കുന്ന നിമിഷം മാത്രമാണത് യാഥാർത്ഥ്യമാകുന്നത്. ഇങ്ങനെ ഒബ്സർവർ എഫക്റ്റ് എന്നാണ് വിളിക്കുന്നത്. യാഥാർത്ഥ്യം നിരീക്ഷണത്തോടൊപ്പം മാത്രമേ നിലനിൽക്കൂ എന്ന ആശയം. ഈ പരീക്ഷണത്തിലൂടെ ശാസ്ത്രം പറയുന്നത് ക്വാണ്ടം ലോകത്തിലെ അനിശ്ചിതത്വം ഒരു അടിസ്ഥാന സത്യമാണെന്നാണ്. വലിയ ലോകത്ത്, അതായത് നാം കാണുന്ന യാഥാർത്ഥ്യത്തിൽ ഇത് അനുഭവപ്പെടുന്നില്ല. പക്ഷേ അണുക്കളുടെയും ഇലക്ട്രോണുകളുടെയും ലോകത്ത് അത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ക്വാണ്ടം ശാസ്ത്രം സാധ്യതകളുടെ ശാസ്ത്രം എന്നാണ് വിളിക്കപ്പെടുന്നത്. ഇന്നത്തെ ശാസ്ത്രജ്ഞർ ഈ ആശയം ക്വാണ്ടം സൂപ്പർ പൊസിഷൻ എന്നും ക്വാണ്ടം ഡീകൊഹിയറൻസ് എന്നും വിശദീകരിക്കുന്നു. പൂച്ച ഒരേ സമയം രണ്ട് നിലകളിൽ നിലനിൽക്കുന്നത് യാഥാർത്ഥ്യമല്ല, അത് ഗണിതക രീതിയിൽ വിവരിക്കുന്ന സാധ്യതകൾ മാത്രമാണ്. നിരീക്ഷണം നടക്കുമ്പോൾ വേവ് ഫംഗ്ഷൻ കൊളാപ്സ് സംഭവിക്കുന്നു, അതായത് സാധ്യതകൾ യാഥാർത്ഥ്യത്തിലേക്ക് മാറുന്നു. ഈ വിചിത്ര സിദ്ധാന്തം ജനപ്രിയ സംസ്കാരത്തിലും വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അവഞ്ചേഴ്സ്, എൻഡ് ഗെയിം, ഡാർക്ക്, ദ ബിഗ് ബാങ് തിയറി തുടങ്ങിയ സിനിമകളും സീരിയലുകളും ഷ്രോഡിംഗേഴ്സ് കാറ്റ് ആശയം പ്രതിപാദിച്ചിട്ടുണ്ട്. ക്വാണ്ടം കാറ്റ് എന്ന പേരിൽ ഗെയിംസും അനിമേഷനുകളും ഉണ്ടാകാറുണ്ട്. അതിനാൽ ക്വാണ്ടം പൂച്ച ഒരു പൂച്ചയല്ല, മറിച്ച് യാഥാർത്ഥ്യത്തെ പറ്റിയുള്ള മനുഷ്യബോധത്തിൻ്റെ പരിമിതികളെ ചോദ്യം ചെയ്യുന്ന പ്രതീകമാണ്. നമ്മുടെ ലോകം നിരീക്ഷണത്തിന് മുന്നേ തന്നെ അനവധി സാധ്യതകളിൽ നിലനിൽക്കാം. നാം നോക്കുന്ന നിമിഷം അതിൽ ഒന്ന് മാത്രം യാഥാർത്ഥ്യമാകുന്നു. അതാണ് ഷ്രോഡിംഗേഴ്സ് കാറ്റ് എന്ന് പറയുന്ന അത്ഭുതകരമായ സത്യം. യാഥാർത്ഥ്യം ഒരിക്കലും നിശ്ചിതമല്ല, നിരീക്ഷണമാണ് അതിനെ സൃഷ്ടിക്കുന്നത്.